ബിഗ് ബസാറിന്റെ ഫൗണ്ടറായ കിഷോർ ബിയാനി പറഞ്ഞനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഒരു ഷോപ്പ് കീപ്പർ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് മാത്രമല്ല, അവർ തന്നെയാണ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ, യുവർ സെയിൽസ്മാൻ ആൻഡ് യുവർ റിലേഷൻഷിപ്പ് മാനേജർ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് D2C സീരീസ് ബൈ ദ ഇകോം ഷോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് എന്താണ്. ഈ എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ജനറൽ ട്രേഡ്, അതായത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഗ്രോസറി സ്റ്റോർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പറയുന്ന പോലെ കിരാന സ്റ്റോഴ്സ്. ഇനി അതുമല്ലെങ്കിൽ പലചരക്ക് കടകളിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ബ്രാൻഡ് വെക്കണം, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നൗ, വൈ ഓഫ്ലൈൻ ഓർ ജനറൽ ട്രേഡ്? 1. ചാനൽ മിക്സ്. 2. പ്രോഫിറ്റബിലിറ്റി അറ്റ് സ്കെയിൽ. 3. ഓംനി ചാനൽ കൺസ്യൂമർ. ഇനി ഓരോന്നിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം. എന്താണ് ചാനൽ മിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിൽ മെജോറിറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ് ഇപ്പോഴും വാങ്ങിക്കുന്നത് ഓഫ്ലൈൻ ഔട്ട്ലെറ്റ്സിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ അകത്ത് 10-20% ഉള്ളൂ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ്. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ആഡ്സ്മലും കോണ്ടന്റ്മലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ കസ്റ്റമേഴ്സ് ഓൺലൈനിലേക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങളെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, അതായത് ഒരു കസ്റ്റമറെ നിങ്ങളെ ബ്രാൻഡിലേക്ക് കൊണ്ടുവരാനുള്ള കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. സോ ജനറൽ ട്രേഡ് ബിക്കംസ് ഈവൺ മോർ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഡിഫറെന്റ് ചാനൽസിൽ നമ്മളെ ബ്രാൻഡ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആവുന്നതും. ഇനി എപ്പോഴാണ് ജനറൽ ട്രേഡ് ഇമ്പോർട്ടൻ്റ് ആവാതിരിക്കുക? നിങ്ങളെ പ്രൊഡക്റ്റ് ഒരു സ്പെഷ്യൽ കാറ്റഗറി, അല്ലെങ്കിൽ ഒരു പ്രീമിയം കാറ്റഗറി, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചാനൽ ഇല്ലാത്ത ഒരു കാറ്റഗറിയിലാണ് ലോഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ട്രേഡ് നിങ്ങൾ പോയിക്കൊള്ളണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, പ്രീമിയം പ്രോട്ടീൻ ബാർസ്, ഇലക്ട്രിക് ടൂത്ത് ബ്രഷസ്, ഇതിനൊന്നും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചാനൽ ഇല്ല. സോ ഇറ്റ് മേക്സ് സെൻസ് to only go into the other channels which will perform better for these kind of premium categories. എന്നാലും നിങ്ങൾ എപ്പോഴും ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യുക, ഞാൻ ഓൺലൈന് പോണോ ഓഫ്ലൈന് പോണോ എന്നുള്ള കേസിൽ. ഇനി നമുക്ക് അടുത്തത് പ്രോഫിറ്റബിലിറ്റി അറ്റ് സ്കെയിൽ എന്താണെന്ന് നോക്കാം. ഈ പലചരക്ക് കടകളിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമ്പൗണ്ടിങ് ചാനലാണ്. എന്താണ് കോമ്പൗണ്ടിങ് ചാനലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോമ്പൗണ്ടിങ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഒരു ലെവല് വരെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മളെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യില്ല. കാരണം നമുക്കൊരു പലചരക്ക് കടയിൽ ഒരു സാധനം വെക്കണമെങ്കിൽ അവിടെ ഒരു മിനിമൽ കോസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം അവിടെ എത്ര കൂടുതൽ സെയിൽസ് ചെയ്യുന്നോ അത്രയും കൂടുതൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നേരെ മറിച്ച് ഇ കൊമേഴ്സിലെ D2Cയിലെ എപ്പോഴും നമ്മൾ പുതിയൊരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ പ്രോഫിറ്റബിലിറ്റി അറ്റ് സ്കെയിൽ വരാൻ വേറെ റീസണും കൂടി ഉണ്ട്. നിങ്ങൾ സെപ്റ്റോ, ബ്ലിങ്കിറ്റ് അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റ് പോലത്തെ പ്ലേയേഴ്സുമായിട്ട് മാത്രം കളിക്കുക, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ മാത്രം കളിക്കുമ്പോൾ ദ പ്രോബ്ലം ഈസ് യു ഡോണ്ട് ഗെറ്റ് നെഗോഷിയേറ്റിംഗ് പവർ. പക്ഷേ ആയിരക്കണക്കിന് പലചരക്ക് കടകളിൽ നിങ്ങൾ ഉണ്ടാകുമ്പോൾ യു ഹാവ് ദ പവർ ടു നെഗോഷിയേറ്റ് എ ബെറ്റർ മാർജിൻ. ഇനി എന്താണ് ഓംനി ചാനൽ കൺസ്യൂമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓംനി ചാനൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നമ്മളെ ഡിസ്കവർ ചെയ്യുകയും ഓഫ്ലൈനിൽ വന്ന് വാങ്ങിക്കുകയും നേരെ തിരിച്ചും ഓഫ്ലൈനിൽ ഡിസ്കവർ ചെയ്ത് ഓൺലൈനിൽ വാങ്ങിക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കേസിൽ തന്നെ ഈ ഒരു ഷർട്ട് ഞാൻ വാങ്ങിച്ചത് മെന്റ് എന്നുള്ള ഷോറൂമിൽ നിന്നാണ്. അത് ഓഫ്ലൈൻ ആണ്. പക്ഷേ എനിക്ക് ഓഫ്ലൈനിൽ വാങ്ങിച്ച് അത് ഇഷ്ടപ്പെട്ടു. ഇനി റിപ്പീറ്റിംഗ് പർച്ചേസസ് എനിക്ക് നേരെ പോയി ഓൺലൈനിൽ 4-5 ഷർട്ട് വാങ്ങിക്കാം. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ഓംനി ചാനൽ കൺസ്യൂമർ. സോ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ആർ വിസിബിൾ, യുവർ ക്രെഡിബിലിറ്റി ഗോസ് ഹയർ ആൻഡ് ഹയർ ആൻഡ് ഹയർ. അപ്പൊ എവിടെയൊക്കെ കസ്റ്റമർ നിങ്ങളെ കാണുന്നോ അത്രയും കൂടുതൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇനി നമ്മുടെ മെയിൻ ചോദ്യം, എപ്പം നമുക്ക് ഓഫ്ലൈൻ പോവാം? ഫസ്റ്റ് വൺ, ഇ കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദ ടോട്ടൽ മാർക്കറ്റ് അങ്ങ് ക്യാപ്ചർ ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ, 1,00,000 ടോട്ടൽ ആ കാറ്റഗറിയിലെ സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 10,000 നിങ്ങൾക്ക് മാസം ആ കാറ്റഗറിയിൽ ഉണ്ടാവണം. ഇനി നിങ്ങൾ നോർമലി മത്സരിക്കുന്ന ലെഗസി അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സുകാരുമായിട്ടായിരിക്കും. അവരെ നിങ്ങൾക്ക് ഇ കൊമേഴ്സിൽ പൊട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾക്ക് അവരെ ടർഫിൽ, അതായത് ജനറൽ ട്രേഡിൽ പോയിട്ട് അവരെ പൊട്ടിക്കാമെന്ന്. മിനിമം 4 സ്റ്റാർ റേറ്റിംഗ് ഇല്ലാതെ
നിങ്ങൾ ജനറൽ ട്രേഡിൽ പോണത് ചിന്തിക്കുക വേണ്ട. ബിക്കോസ് നിങ്ങളെ പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ തന്നെ പ്രൂവ് ചെയ്തിട്ടില്ല. അബോവ് ആവറേജ് കൺവേർഷൻ റേറ്റ് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ ഇസ് മച്ച് ബെറ്റർ ദാൻ ദ പ്രൈസ്. കാരണം ഓഫ്ലൈൻ അല്ലെങ്കിൽ ജനറൽ ട്രേഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം പ്രൈസുമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ദ വേർഡ് വിൽ ബി ഔട്ട്. സോ പ്രൈസിന്റെ എക്സ്പെരിമെന്റേഷൻ മൊത്തം ഓൺലൈനിൽ തീർത്തതിന് ശേഷമേ നിങ്ങൾ ഓഫ്ലൈൻ അല്ലെങ്കിൽ ജനറൽ ട്രേഡ് നോക്കാൻ പാടുള്ളൂ. ഹൈ റിപ്പീറ്റ് പർച്ചേസ്, അതായത് നിങ്ങളെ പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മാസീവ് ഓർഗാനിക് പുള്ളുണ്ടെന്നും പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അച്ചീവ് ചെയ്തും എന്നുള്ളതിന് തെളിവാണ്. ഇനി ഹൗ ടു സ്റ്റാർട്ട് ഓഫ്ലൈൻ, 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, റൈറ്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യല്. 2, റൈറ്റ് മെത്തേഡ് ടു ഗോ ടു ദ മാർക്കറ്റ്. ഇനി എങ്ങനെ റൈറ്റ് ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം? ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 or 2 സിറ്റീസിൽ മാത്രം ട്രൈ ഔട്ട് ചെയ്യുക ബിഫോർ യു എക്സ്പാൻഡ് ഇറ്റ് ടു അതർ പ്ലേസസ്. ഇനി നമ്മൾ ഇ കൊമേഴ്സ് ഫസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്ട്ലി അറിയാം ഏതൊക്കെ പിൻകോഡ്സിലാണ് നമ്മളെ കസ്റ്റമേഴ്സ് ഓൾറെഡി വാങ്ങിക്കുന്നത് എന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ആ പിൻകോഡ്സിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ജനറൽ ട്രേഡ് ഔട്ട്ലെറ്റ്സിനെ ഓൺബോർഡ് ചെയ്യേണ്ടത്. ജനറൽ ട്രേഡ് എന്ന് വലിയൊരു പേരാണ്, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇനി ഓഫ്ലൈൻ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യാം. ഇനി നിങ്ങളൊരു മേജർ സാധനം നോക്കേണ്ടത് നിങ്ങളുടെ ഫൗണ്ടിങ് ടീമിലെ മെമ്പേഴ്സ് തന്നെയായിരിക്കണം ഈ എക്സ്പാൻഷൻ ലീഡ് ചെയ്യേണ്ടത്. ബിക്കോസ് ഇത് തുടക്കം തൊട്ടേ ആ ആളുകൾക്ക് നല്ലോണം അറിയാം എന്താണ് ഈ ബ്രാൻഡ് എന്നും എന്താണ് ഈ പ്രൊഡക്റ്റ്. സോ അവരെക്കാളും നല്ല ഒരു എക്സ്പാൻഷൻ ടീമിനെ നിങ്ങൾക്ക് പുറത്തിന് ഹയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിൻ്റെ അകത്ത് ഒരു സാധനം കൂടി നോക്കേണ്ടത്, നിങ്ങൾ ഏത് സിറ്റി സെലക്ട് ചെയ്താലും അവിടെ തന്നെ ആ ഫൗണ്ടിങ് ടീമിന്റെ മെമ്പർ താമസിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ആ സിറ്റിന്റെ രീതികൾ പെട്ടെന്ന് പഠിക്കുകയും അതെങ്ങനെ ആ രീതികളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാന്നുള്ളത് ഒരു ബെറ്റർ ഐഡിയ കിട്ടും. ഇനി GTM എങ്ങനെയൊക്കെ നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം? ഫസ്റ്റ് വേ ഇസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ത്രൂ, സെക്കൻഡ് വേ is through wholesale and the third way is direct to the retailer. ഇനി നമുക്ക് ഓരോ GTM സ്ട്രാറ്റജിയും കുറച്ച് ഡീപ്പായിട്ട് പോയി നോക്കാം. എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ പോണത്? നോർമലി ഇതാണ് ഏറ്റവും ബെസ്റ്റ് മോഡൽ ബിക്കോസ് ദേ നോ ദ മാർക്കറ്റ് റിയലി വെൽ. കാരണം നമ്മളൊരു പോയി ഒരു റിലേഷൻഷിപ്പ് റീറ്റെയിലർ ഉണ്ടാക്കി അത് അവിടെ പൈലറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് റണ്ണ് ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. പ്ലസ് ചില റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ലിസ്റ്റിംഗ് ഫീസും റാക്ക് ഫീസും പലതരം ഫീസ് വേറെ ഉണ്ടാവും. ഇതൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ പോവുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വിൽ ഹാവ് എ ഫ്രീ ലിസ്റ്റിംഗ് ഓർ മേ ബി അറ്റ് എ വെരി ലീസ്റ്റ് കോസ്റ്റ്. ഇതിൻ്റെ അകത്തുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ എടുത്ത് സാധനം എത്തിച്ചു കൊടുത്താൽ അവർ തന്നെ അതിന്റെ ലോജിസ്റ്റിക്സ്, വെയർ ഹൗസിംഗ് ആൻഡ് റീറ്റെയിലർക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റ് മാർജിൻസും അവർ തന്നെ മാനേജ് ചെയ്തോളൂ. ഇതിൻ്റെ അകത്ത് ഒരു കാര്യങ്ങൾ നോക്കേണ്ടത്, എപ്പോഴും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മേ ടേക്ക് 2 to 20% ഓഫ് യുവർ മാർജിൻസ്. അതായത് ആ ഔട്ട്ലെറ്റിൽ നിന്ന് എത്ര പെട്ടെന്ന് ആ പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകുന്നോ അത്രയും കുറവായിരിക്കും നിങ്ങളുടെ മാർജിൻ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത GTM റൂട്ട് നോക്കാം, വിച്ച് ഇസ് ഡയറക്റ്റ് ടു ദ റീറ്റെയിലർ. ഡയറക്റ്റ് ടു ദ റീറ്റെയിലർ ആകുമ്പോൾ റീറ്റെയിലർക്ക് കൂടുതൽ മാർജിൻ കിട്ടും, കാരണം ഡിസ്ട്രിബ്യൂട്ടർ ഇതിന്റെ ഇടയിലില്ലല്ലോ. പക്ഷേ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഫോർ യു ആസ് എ ബ്രാൻഡ് ഇസ് മാനേജിങ് ക്രെഡിറ്റ്സ്. ഈ ക്രെഡിറ്റ്സ് ഭയങ്കര പ്രശ്നക്കാരനാണ്. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊടുക്കുകയും നിങ്ങൾക്ക് 30, 60, 90 ഡേയ്സ് ക്രെഡിറ്റ് പീരീഡ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ എ ബിഗ് ഹെഡേക്ക് ഫോർ യു ടു കീപ് ഫോളോയിങ് അപ്പ്. അത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ക്രെഡിറ്റ് തിരിച്ചു കിട്ടാണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം വരും എന്താ, പുതിയ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പറ്റില്ല, അതായത് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് നല്ല റാപ്പോ ഉണ്ടായിരിക്കണം റീറ്റെയിലർ അടുത്ത്, സോ ദാറ്റ് ഈ ക്രെഡിറ്റ്സിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പണി കിട്ടും. ഇനി മൂന്നാമത്തെ ഒരു GTM റൂട്ട് ഉണ്ട്, നിങ്ങൾക്ക് ഹോൾസെയിലേഴ്സിന് കൊടുക്കാം. അതായത് ഫോർ എക്സാമ്പിൾ കോഴിക്കോട് പാളയത്ത് വന്നിട്ടാണല്ലോ പല സ്മോൾ റീറ്റെയിലേഴ്സും പ്രൊഡക്റ്റ് എടുക്കുക. അതായത് ലാർജ് ഹോൾസെയിലേഴ്സിന്റെ അടുത്തിന് സ്മോൾ റീറ്റെയിലേഴ്സ് പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹോൾസെയിലേഴ്സിന് ഡയറക്ട്ലി ബില്ല് ചെയ്യാം. ഇനി ഏത് റൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്താലും അൾട്ടിമേറ്റ്ലി ഇതിന്റെ എയിം എന്താ, മാക്സിമം സെയിൽസ്. സോ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, സെയിൽസ് വോളിയം ഇസ് ഈക്വൽ ടു റീച്ച് ഇൻ ടു വോളിയം. എന്താണ് അതിന്റെ അർത്ഥം? റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റോഴ്സും, വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഔട്ട്, അതായത് ഓരോ സ്റ്റോറിൽ നടക്കുന്ന സെയിൽസിനുമാണ് പറയുക. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ജനറൽ ട്രേഡ് അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ആദ്യമായിട്ട് പോകുമ്പോൾ എപ്പോഴും നെഗോഷിയേറ്റിംഗ് പവർ
ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്തോ സൂപ്പർ മാർക്കറ്റ്സിൻ്റെ അടുത്തോ ആയിരിക്കും. പക്ഷേ പോകെ പോകെ നിങ്ങളെ ബ്രാൻഡിന്റെ സെയിൽസ് കൂടുന്നതിനനുസരിച്ച് യു ക്യാൻ ബ്രിങ് ദ മാർജിൻസ് ഡൗൺ ഓർ യു ക്യാൻ നെഗോഷിയേറ്റ് വിത്ത് ദീസ് ഓഫ്ലൈൻ ടീംസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിന്റ് ചെയ്യാന്നുള്ളത് പഠിച്ചു നോക്കാം. ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഒരു ശരിയായ ഡിസ്ട്രിബ്യൂട്ടർ വിൽ സെറ്റ് യു അപ്പ് ഫോർ സക്സസ്. പക്ഷേ ഇഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് റോങ്, കൊല്ലങ്ങളായിട്ട് പോയി കിട്ടും. സോ മേക്ക് ഷുവർ ദാറ്റ് യു അപ്പോയിന്റ് ദ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഫോർ യുവർ ബ്രാൻഡ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് നിങ്ങൾ പിച്ച് ചെയ്യുമ്പം ആക്ച്വലി ഒരു ഇൻവെസ്റ്റർക്ക് പിച്ച് ചെയ്യുന്ന പോലെ തന്നെ പിച്ച് ചെയ്യണം. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉറപ്പാണ് യു ആർ ദ റൈറ്റ് ബ്രാൻഡ് ടു വർക്ക് വിത്ത്. റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവർ കറക്റ്റ് കൗണ്ടേഴ്സിൽ മാത്രമേ നിങ്ങളെ പ്രൊഡക്റ്റ് വെക്കുള്ളൂ. 2, സപ്ലൈ വളരെ സ്ട്രോങ് ആയിരിക്കും. അതായത് ടേൺ അറൗണ്ട് ടൈമിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് ആ ഔട്ട്ലെറ്റുകളിൽ സപ്ലൈ കൊടുക്കും. 3, കറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റി ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിന് കൊടുക്കും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഡിസ്ട്രിബ്യൂട്ടർ കിട്ടാനുള്ള ഒരു ഹാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അതേ കാറ്റഗറിയിലെ കോമ്പീറ്റിംഗ് പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ മച്ച് ബെറ്റർ. ബിക്കോസ് അവർക്ക് ഓൾറെഡി അറിയാം നിങ്ങളെ കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ഏതൊക്കെ കൗണ്ടേഴ്സിലാണ് ബെസ്റ്റ് എന്ന്. ആദ്യത്തിൽ പ്രൊഡക്റ്റിന്റെ സെയിൽസ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആസ് യു ബിൽഡ് മോർ റിലേഷൻഷിപ്സ് ആൻഡ് മോർ ദ പ്രൊഡക്ട്സ് വിൽ സ്റ്റാർട്ട് സെല്ലിംഗ് മോർ ആൻഡ് മോർ. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം, നിങ്ങൾക്ക് മാത്രം സെയിൽസ് ഉണ്ടായാൽ പോരാ, നിങ്ങളെ ഡിസ്ട്രിബ്യൂട്ടർക്കും ROI ഉണ്ടെങ്കിൽ ഇതൊരു വിൻ വിൻ സെനാരിയോ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോണത് സ്കൗട്ടിംഗ് ആൻഡ് പിച്ചിങ് ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഫസ്റ്റ് തിങ്, എങ്ങനെ നമുക്ക് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്താം. റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്താൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് പറയട്ടെ, നേരെ നിങ്ങൾക്ക് വേണ്ട ഷോപ്പുകളിൽ പോവുക. ആരാണ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ചോദിക്കുക, ഏതൊക്കെ ബ്രാൻഡ്സാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ചോദിക്കുക, അവരെ പറ്റിയിട്ടുള്ള റിവ്യൂ എടുക്കുക, അവർ ക്രെഡിറ്റ് ലൈൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക, അവർ റെഗുലർ മാർക്കറ്റ് വിസിറ്റ്സ് നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇൻ എ ടാർഗറ്റ് ഏരിയ. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ദീസ് ആർ ദ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫോർ അസ്. ഇനി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടുപിടിച്ചു. ഇനി ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടുപിടിച്ചിട്ട് കാര്യമല്ലോ, അവരെ കൺവിൻസ് ചെയ്യിക്കണം എന്തിന് നിങ്ങളെ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് അവരെ റീറ്റെയിൽ കൗണ്ടേഴ്സിൽ പ്ലേസ് ചെയ്യണം. അതിന് നിങ്ങളെ വിഷൻ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. മിനിമം ഒരു 24 മന്ത്സിൻ്റെ റോഡ് മാപ്പ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രാൻഡ് ഈ 24 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് ചെയ്തെടുക്കുക. ഇനി ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ യു ഷുഡ് ഓൾവേസ് ഫോളോ ദ 3I ഫ്രെയിംവർക്ക്: ഇൻഫ്രാസ്ട്രക്ചർ, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻവോൾവ്മെന്റ്. ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയർഹൗസ്, ഡെലിവറി വെഹിക്കിൾ ആൻഡ് ആഡിക്വേറ്റ് മാൻ പവർ. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും അത് ക്രെഡിറ്റ് ബേസിസിൽ ആ റീറ്റെയിൽ കൗണ്ടേഴ്സിൽ ഇത്ര ടൈം പീരീഡിലേക്ക് വെക്കാൻ പറ്റുമോ എന്നുള്ള ഫൈനാൻഷ്യൽ കപ്പാസിറ്റി കൂടിയാണ്. ഇനി ഇൻവോൾവ്മെന്റ്, നിങ്ങളുടെ പ്രൊഡക്റ്റിൽ വിശ്വസിക്കാത്ത ഒരു ഡിസ്ട്രിബ്യൂട്ടറെ ഓൺബോർഡ് ആയിട്ട് കാര്യമില്ല. കാരണം അവരെ ഇൻവോൾവ്മെന്റ് അത്രയും കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും അവർ ഇൻവോൾവ് ആയി ചെയ്യുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ഓൺബോർഡ് ചെയ്തു, പക്ഷേ അവിടെ കൊണ്ട് നിങ്ങളെ വർക്ക് തീർന്നില്ല. നൗ യു ഹാവ് അനദർ വർക്ക് ഓഫ് ഓൺബോർഡിങ് ദ റീറ്റെയിൽ കൗണ്ടേഴ്സ്. ഓരോ റീറ്റെയിൽ ഷോപ്പും ഡിസ്ട്രിബ്യൂട്ടറെ പണിയാന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. ഇനീഷ്യലി നിങ്ങൾ തന്നെ ഡിസ്ട്രിബ്യൂട്ടറെ കൂടെ പോയിട്ട് ഓരോ ഷോപ്പിൽ പോയിട്ട് അവരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ബിക്കോസ് ഡിസ്ട്രിബ്യൂട്ടർക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് ജസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ദേ ആർ സ്റ്റിൽ യെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഓൺ ഹൗ ടു എക്സാക്ട്ലി കൺവിൻസ് അതേഴ്സ് ടു സെൽ യുവർ ബ്രാൻഡ്. അപ്പം നിങ്ങളെ ഏരിയ സെയിൽസ് ടീം ഡിസ്ട്രിബ്യൂട്ടറെ കൂടെ പോകേണ്ടതുണ്ട്. ഇതിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1, യൂണിവേഴ്സ് മാപ്പിംഗ്. 2, വീക്ക്ലി സെയിൽസ് വിസിറ്റ്സ്. ആൻഡ് 3ാമത്തത് ഡിജിറ്റൽ ഔട്ട്റീച്ച്. എന്താണ് യൂണിവേഴ്സ് മാപ്പിംഗ്? യൂണിവേഴ്സ് മാപ്പിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ റീജിയനിലും മൾട്ടിപ്പിൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ റീജിയനിലെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിനെ കറക്റ്റായിട്ട് മാപ്പ് ചെയ്ത് മൈക്രോ ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റുക. അതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ടോപ്പ് റീറ്റെയിലേഴ്സിനെ ഓരോ സോണായിട്ട് വേർതിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്രംബറിയോ കരിക്കോ പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് വിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ
എല്ലാ ചെറിയ ഗ്രോസറി ഷോപ്പും നിങ്ങളെ ടാർഗറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ വന്നോളണമെന്നില്ല. മേ ബി യു ആർ ഓൺലി ലുക്കിംഗ് അറ്റ് ദ പ്രീമിയം സൂപ്പർ മാർക്കറ്റ്സ് ഇൻ ദാറ്റ് ഏരിയ. അപ്പം നിങ്ങളെ കസ്റ്റമർ എവിടെയാണോ വരാൻ സാധ്യതയുള്ളത് ആ ഔട്ട്ലെറ്റ്സ് മാത്രമേ ഈ ഡാറ്റാബേസിൽ വരാൻ പാടുള്ളൂ. രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ ഒരു വിസിറ്റ് ചെയ്തു വിചാരിച്ചിട്ട് ഒരു റീറ്റെയിലർ നിങ്ങളെ പ്രൊഡക്റ്റ് വെച്ചോളണമെന്നില്ല. അത് വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആ റീറ്റെയിലർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ നിങ്ങളെ പ്രൊഡക്റ്റ് വെക്കാൻ. സോ എല്ലാ ആഴ്ചയും മുടങ്ങാതെ എല്ലാ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ കൺവിൻസ്ഡ് ആവും, ഓക്കെ വെച്ച് നോക്കാം. സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ വീക്ക്ലി വിസിറ്റ്സ് ടു ദ റീറ്റെയിലേഴ്സ്. മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡിജിറ്റൽ ഔട്ട്റീച്ച് ആണ്. അതായത് ആ ഏരിയയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ റോപ്പിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ വെച്ചിട്ടൊരു ക്യാമ്പയിൻ റൺ ചെയ്യുക. ഇനി അതുമല്ലേ നിങ്ങൾക്ക് ആ ഏരിയ ബേസ്ഡ് ആയിട്ട് ഫേസ്ബുക്ക് ആഡ്സോ ഇൻസ്റ്റാഗ്രാം ആഡ്സോ വാട്സാപ്പ് ആഡ്സോ റൺ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ റീറ്റെയിലേഴ്സും ആ ആഡ്സ് കണ്ടിട്ട് അവരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ചോദിച്ചു തുടങ്ങും, നിങ്ങൾ അന്ന് പറഞ്ഞ ആ പ്രൊഡക്റ്റ് ഇല്ലേ അതൊന്ന് കൊണ്ടുവന്ന് നമ്മളെ സ്റ്റോറിൽ നിങ്ങൾ വെക്കുമോ. സോ ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അതായത് നിങ്ങൾ കറക്റ്റ് മാപ്പ് ചെയ്യുക, വീക്ക്ലി വിസിറ്റ്സ് ചെയ്യുക, പോരാത്തതിന് ഡിജിറ്റൽ ഔട്ട്റീച്ചും ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹൈ മാർജിൻ കൊടുത്താൽ റീറ്റെയിലർ സെല് ചെയ്യുക. റീറ്റെയിലർ ഒരു പണിയും ചെയ്യാൻ പോകുന്നില്ല, കാരണം അവർക്ക് അവരെ പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നിങ്ങളെ പ്രൊഡക്റ്റ്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ സെൽ ഔട്ട് വിൽ ഹാപ്പൻ. റീറ്റെയിലേഴ്സിന് എപ്പോഴും വേണ്ടത് പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്നതും ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുന്നതും നല്ല മാർജിനും കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ്. ഓൺലൈൻ ചാനലിലാണെങ്കിൽ നമുക്ക് ആഡ്സും ഡിസ്കൗണ്ടും ഒക്കെ വെച്ചിട്ട് ഒരുവിധം സെയിൽസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓഫ്ലൈൻ ഈസ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ഗെയിം. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വെച്ച സാധനം സെല്ലൗട്ട് ആണ്. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെല്ലൗട്ട് ചെയ്യാൻ പറ്റും? സെല്ലൗട്ട് 4 രീതിയിൽ സംഭവിക്കാം. ഒന്ന്, കസ്റ്റമേഴ്സ് നമ്മളെ പ്രൊഡക്റ്റ് ചോദിച്ചു വരിക. അതിന് നിങ്ങളുടെ ഡിജിറ്റൽ ഔട്ട്റീച്ച് ക്യാമ്പയിൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത്, ആ റീറ്റെയിലേഴ്സ് തന്നെ നിങ്ങളെ ബ്രാൻഡിനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ വീക്ക്ലി വിസിറ്റ്സ് ഇല്ല നേരത്തെ പറഞ്ഞ അത് ഈവൻ മോർ ഇമ്പോർട്ടൻ്റ് ആവും, ബിക്കോസ് ആ റീറ്റെയിലേഴ്സ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് മാറാൻ ഇത് സഹായിക്കും. ഇനി മൂന്നാമത്തെ ഒരു വേ ഉണ്ട്. ഒരു കസ്റ്റമർ ആ റീറ്റെയിൽ സ്റ്റോറിൽ വന്ന് ബ്രൗസ് ചെയ്യും, അതായത് ഇങ്ങനെ നോക്കുമ്പം ആ കൗണ്ടറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാം ടു ഗ്രാബ് ദെയർ അറ്റൻഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും, അത് അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെ കൺസിഡറേഷനിലേക്കും നിങ്ങളുടെ ബ്രാൻഡ് കയറി വരികയാണ്. ഇനി നാലാമത്തെ വേ ആണ് നമ്മളുടെ സ്വന്തം പ്രൊമോട്ടേഴ്സിനെ ആ ഷോപ്പിൽ ഡിപ്ലോയ് ചെയ്യാന്നുള്ളത്. ആ ഷോപ്പിൽ ആവശ്യത്തിൽ കൂടുതൽ വാക്കിൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ഡിപ്ലോയ് യുവർ പ്രൊമോട്ടേഴ്സ്. അതായത് നമ്മളെ ബ്രാൻഡിൽ കംപ്ലീറ്റ്ലി എഡ്യൂക്കേറ്റഡും ട്രെയിൻഡും ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് അതിനെ പുഷ് ചെയ്യുമ്പം അത് വേറെ തന്നെ ഒരു ലെവൽ ഓഫ് സെയിൽസ് ഉണ്ടാക്കും. ഇത് നിങ്ങൾ പലപ്പോഴും നെസ്റ്റോ അല്ലെങ്കിൽ ലുലു പോലത്തെ ഔട്ട്ലെറ്റുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോട്ടേഴ്സിനെ കാണാം. ഈ പ്രൊമോട്ടേഴ്സിനെ ആക്ച്വലി ബ്രാൻഡോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ വെക്കുന്നതാണ് ടു പുഷ് ദെയർ പ്രൊഡക്ട്സ്. ഇനി എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു സക്സസ് മോണിറ്റർ ചെയ്യാം? അതിന് 4 മെട്രിക്കാണുള്ളത്. 1, സെക്കൻഡറി സെയിൽസ്. 2, ആക്റ്റീവ് റീച്ച്. 3, റിസീവബിൾസ്. 4, റീറ്റെയിലർ കൊഹേർട്ട്. ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഡീപ് ഡൈവ് ചെയ്ത് നോക്കാം. സെക്കൻഡറി സെയിൽസ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വി ഹാവ് 3 ടൈപ്സ് ഓഫ് സെയിൽസ് ഇൻ ജനറൽ ട്രേഡ്. 1, പ്രൈമറി സെയിൽസ്. 2, സെക്കൻഡറി സെയിൽസ്. 3, ടെർഷറി സെയിൽസ്. പ്രൈമറി സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്നതാണ് പ്രൈമറി സെയിൽസ്. ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലർക്ക് കൊടുക്കുന്നതാണ് സെക്കൻഡറി സെയിൽസ്. റീറ്റെയിലർ നിങ്ങളെ എൻഡ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ് ടെർഷറി സെയിൽസ്. ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മെട്രിക് ടെർഷറി സെയിൽസ് ആണ്. പക്ഷേ ജനറലി 100 കണക്കിന് സ്റ്റോഴ്സിൽ നിങ്ങളെ സാധനം കൊടുക്കുന്നത് ഇത് ഡയറക്റ്റ്ലി ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ടഫാണ്. പക്ഷേ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിലർ കൊടുക്കണ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം. പ്രൈമറി സെയിൽസിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫ് ചിലപ്പോൾ നമ്പേഴ്സ് ഇൻഫ്ലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ട് കൂടുതൽ സാധനം എടുപ്പിച്ചിട്ടുണ്ടാവും. ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു സക്സസ് മനസ്സിലാക്കണമെങ്കിൽ സെക്കൻഡറി സെയിൽസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും റീറ്റെയിലറിലേക്ക് പോകുന്ന സെയിൽസ്. രണ്ടാമത്തെ നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു മെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് റീച്ചാണ്. ആക്റ്റീവ് റീച്ചിനോട് ഉദ്ദേശിക്കുന്നത് എത്ര കൗണ്ടറിൽ
നിങ്ങൾ ബില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ജനറലി സമയം കഴിയുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് കൗണ്ടേഴ്സിൻ്റെ ബില്ലിംഗ് കൂടിക്കൊണ്ടേയിരിക്കണം. അതാണ് നിങ്ങളുടെ ബ്രാൻഡ് കൂടുതലായിട്ട് മാർക്കറ്റിൽ ആക്സെപ്റ്റഡ് ആവുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് മെട്രിക്സ്. മൂന്നാമത്തെ ഒരു മെട്രിക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് റിസീവബിൾസ് ആണ്. റിസീവബിൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്തും കിട്ടാനുള്ള കാശ്. റിസീവബിൾസ് കൂടുന്നതിനനുസരിച്ച് യു ആർ ഇൻ ട്രബിൾ. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഒരു ക്രെഡിറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ക്രെഡിറ്റ് ഇല്ലാണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടറും നിങ്ങളടുത്തിന് സാധനം എടുക്കില്ല. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾ കൊടുക്കണേ ഡബിൾ ക്രെഡിറ്റ് ചിലപ്പോൾ അവരെ റീറ്റെയിലേഴ്സിന് കൊടുക്കേണ്ടി വരും. സമയത്തിന് കാശ് നിങ്ങളടുത്ത് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്ട്സ് ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ റിസീവബിൾസ് കൂടിയാൽ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ബ്രാൻഡിന് പുള്ളു കുറഞ്ഞു ആൻഡ് യു നീഡ് ടു ടേക്ക് കറക്റ്റീവ് മെഷേഴ്സ് അറ്റ് ദാറ്റ് പോയിന്റ്. അത് കുറേ കഴിയാൻ കാത്തു നിൽക്കരുത്. ഈ നാലാമത്തെ മെട്രിക് വിച്ച് ഇസ് റീറ്റെയിലർ കോഹേർട്ട്. എന്താണ് റീറ്റെയിലർ കോഹേർട്ടിനോട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്ത റീറ്റെയിൽ ഔട്ട്ലെറ്റ് വീണ്ടും വീണ്ടും അത് വാങ്ങിക്കുന്നു. അവിടെ റിപ്പീറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വീണ്ടും വീണ്ടും അവർ ഓർഡർ ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. പ്ലസ് അവർ ഓരോ ഓർഡറിലും കുറച്ചെങ്കിലും അത് ഇൻക്രീസ് ചെയ്യുന്നു എന്നൊരു ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വി ഹാവ് അച്ചീവ്ഡ് PPCMF, പ്രൊഡക്റ്റ് പ്രൈസ് ചാനൽ മാർക്കറ്റ് ഫിറ്റ്. ഇനി നിങ്ങൾക്ക് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റും സ്ട്രോങ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചാനൽ ഫിറ്റും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ജോഗ്രഫീസിലേക്ക് സ്കെയിൽ ചെയ്ത് തുടങ്ങാം. രണ്ട് കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കുക. യു നീഡ് ദ റൈറ്റ് ടെക് സ്റ്റാക്ക് ആൻഡ് ദ റൈറ്റ് ടീം. റൈറ്റ് ടെക് സ്റ്റാക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റൈറ്റ് ടെക് സ്റ്റാക്കിൽ പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷനും, രണ്ട് ഡോക്യുമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം. സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സെയിൽസ് ടീമിന് ഓരോ റീറ്റെയിൽ കൗണ്ടറിലും എന്തൊക്കെ ആക്ഷൻസ് എടുക്കണമെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം. രണ്ടാമത്തത് ഡോക്യുമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം. അതായത് നിങ്ങളുടെ സെക്കൻഡറി സെയിൽസ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി നിങ്ങൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് റീറ്റെയിലേഴ്സിലേക്കുള്ള ബില്ലുകളുടെ ഒരു സമ്മറി എപ്പോഴും നിങ്ങളടുത്ത് ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എന്ത് സാധനം വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ടീമിനെ വേണം. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ ടീം ദാറ്റ് സേസ് ഇതുകൊണ്ടൊന്നും ഞാൻ തോൽക്കൂല മക്കളെ, ഞാൻ ഇനിയും ട്രൈ ചെയ്യും. സോ അങ്ങനത്തെ ഒരു ടീമിനെ എപ്പോഴും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ബിഫോർ വി വൈൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ ഒന്നും കൂടി പറയാം, നിങ്ങൾ ഒരു സിറ്റിയിൽ വിജയിച്ചതിന് ശേഷം മാത്രമേ അടുത്ത സിറ്റി നോക്കാൻ പാടുള്ളൂ. ചിലപ്പം അതൊരു കൊല്ലത്തോളം എടുത്തുനിന്ന് വരാം. പക്ഷേ മേക്ക് ഷുവർ യുവർ ഫണ്ടമെൻ്റൽസ് ആർ സ്ട്രോങ് ബിഫോർ യു സ്കെയിൽ ഇൻ ടു അനദർ സിറ്റി. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ സക്സസ്ഫുള്ളി ജനറൽ ട്രേഡ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ചാനൽസ് ദാറ്റ് വിൽ ബ്രിങ് മോർ ക്രെഡിബിലിറ്റി ടു യുവർ ബ്രാൻഡ് ആസ് വെൽ ആസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് പില്ലർ ഫോർ യുവർ ബ്രാൻഡ്. സോ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മൾ ജനറൽ ട്രേഡ് എക്സാക്ട്ലി എന്തിന് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടുപിടിക്കണം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറെ കൺവിൻസ് ചെയ്യിക്കണം, എങ്ങനെയാണ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ പ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്യിക്കേണ്ടത്, എന്തൊക്കെ മെട്രിക്സ് ആണ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് എ സക്സസ്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ അനലൈസ് ചെയ്തു. ഇനി അടുത്ത ചാപ്റ്റർ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റേഴ്സ് ആയിരിക്കും, വിച്ച് ഇസ് ക്വിക്ക് കമേഴ്സ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നിങ്ങളുടെ കമൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് താഴെയുള്ള കമന്റ് ബോക്സിൽ ഇടുക. വി വിൽ റിപ്ലൈ ആസ് സൂൺ ആസ് വി ക്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.